2024 ഇറങ്ങിയ ഒരു അടിപൊളി സയൻസ് ഫിക്ഷൻ സിനിമയാണ് ബോർഡർലാൻഡ്സ്. അന്യഗ്രഹ ജീവികൾ ഒരു ഗ്രഹത്തിൽ അവരുടെ ഏറ്റവും പവർഫുൾ ആയ കുറെ ടെക്നോളജികൾ ഒളിപ്പിച്ചു വെക്കുന്നതും ഒരു കൂട്ടം പേര് അത് കണ്ടെത്താൻ ശ്രമിക്കുന്നതും അതിനിടയിൽ സംഭവിക്കുന്ന സാഹസികതകളുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. പണ്ടൊരു കാലത്ത് ഈ ഗാലക്സി മുഴുവനും ഭരിച്ചിരുന്നത് എറീഡിയൻസ് എന്ന ഏലിയൻസ് ആയിരുന്നു. പക്ഷെ എന്തോ നിഗൂഢ കാരണത്താൽ കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുന്നേ അവർ ഗാലക്സിയിൽ നിന്നും അപ്രത്യക്ഷമായി. അവർക്ക് എന്ത് സംഭവിച്ചുവെന്നോ എങ്ങോട്ട് പോയെന്നോ ഒന്നും ആർക്കും അറിയില്ല. പക്ഷെ അവർ പോയെങ്കിലും അവരുടെ ടെക്നോളജികളുടെ കുറെ അവശേഷിപ്പുകൾ ഗാലക്സിയിലുടനീളം ബാക്കിയുണ്ടായിരുന്നു. അത് വെച്ചാണ് മനുഷ്യരാശി പിന്നീട് അഡ്വാൻസ്ഡ് സിവിലൈസേഷനായി മാറിയത്. എന്നാൽ അവരുടെ ടെക്നോളജികളുടെ ഏറ്റവും വലിയ സീക്രട്സ് എല്ലാം പാൻഡോര എന്നൊരു മരുഭൂമി ഗ്രഹത്തിൽ ഒരു നിലവറയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ആ നിലവറ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ആദ്യം പാൻഡോരയിൽ മനുഷ്യരൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ എറീഡിയൻസിന്റെ നിലവറ തേടി മനുഷ്യർ പാൻഡോരയിൽ എത്താൻ തുടങ്ങി. നിലവറ തേടുന്ന മനുഷ്യരുടെ എണ്ണം കൂടി വന്നപ്പോൾ പിന്നെ നിലവറ തേടുന്നവർ തമ്മിൽ തീവ്രമായ യുദ്ധമായി. നിലവറ തേടി വരുന്നവരിൽ കൂടുതൽ പേരും കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ ചത്തുപോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ പല വർഷങ്ങളോളം കാലം ഒരുപാട് പേര് പാൻഡോര മുഴുവൻ തിരഞ്ഞിട്ടും ആർക്കും ആ നിലവറ കണ്ടെത്താൻ സാധിച്ചില്ല. ഒടുവിൽ എറീഡിയയുടെ മകൾ വന്ന് നിലവറ തുറക്കുമെന്നും അവൾ ഈ ഗ്രഹത്തിൽ സമാധാനം കൊണ്ടുവരുമെന്നും ഒരിക്കലൊരു പ്രവചനമുണ്ടായി. അടുത്ത് ഒരു സ്പേസ് സ്റ്റേഷൻ പോലത്തെ ജയിലാണ് കാണിക്കുന്നത്. ജയിലിൽ ടീന എന്നൊരു കുട്ടിയുണ്ട്. അവള് ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്പേസ് സ്റ്റേഷനിൽ എന്തോ വിസ്ഫോടനങ്ങളുടെ ശബ്ദം കേട്ടത്. പുറത്ത് ഗോഡ്സിന്റെ നിലവിളി ശബ്ദങ്ങളും കേൾക്കാം. കുറച്ചു കഴിഞ്ഞതും അവൾ നിൽക്കുന്ന സെല്ലിന്റെ വാതിൽ ആരോ വന്ന് തുറന്നു. നോക്കിയപ്പോൾ അത് റോളണ്ട് ആയിരുന്നു. ടീനയെ രക്ഷിക്കാൻ അവളുടെ അച്ഛനാണ് റോളണ്ടിനെ അയച്ചിരിക്കുന്നത്. പുറത്തിറങ്ങിയതും വീണ്ടും കുറെ ഗോഡ്സ് വന്നു. അതിനിടയിൽ ഗോഡ്സ് ടീനയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് കണ്ടതും ക്രീഗ് എന്നൊരുത്തൻ സെല്ലും തകർത്ത് പുറത്തു വന്നു. ക്രീഗ് ഒരു ടൈപ്പ് സൈക്കോ ക്യാരക്ടറാണ്. ഇവനെ പോലെ മുഖംമൂടി വെച്ച വലിയൊരു വിഭാഗം ജനതയുണ്ട്. അവരെല്ലാം സൈക്കോകൾ എന്നാണ് വിളിക്കുന്നത്. കാരണം ഇവരൊക്കെ നിധി തേടി അലഞ്ഞു നടന്ന് അവസാനം മാനസിക നില തെറ്റിയവരാണ്. ടീന അവന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് അവളെ രക്ഷിക്കാൻ വേണ്ടി ക്രെയ്ഗ് ഗോഡ്സിനെയൊക്കെ അടിച്ച് പറത്തി. അങ്ങനെ റോളണ്ടിന്റെ പണി ഈസിയായി. അവസാനം കമാൻഡർ നോക്സ് വന്നപ്പോ ക്രീഗ് കയ്യിൽ കെട്ടിയ ഒരു ഗോഡിനെ തൂക്കിയെടുത്ത് നോക്സിന്റെ മണ്ടയിൽ ഇട്ടു കൊടുത്തു. അങ്ങനെ 3 പേരും അവിടുന്ന് രക്ഷപ്പെട്ടു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം പ്രൊമത്തിയ എന്നൊരു ഗ്രഹത്തിലെ രംഗമാണ് അടുത്ത് കാണിക്കുന്നത്. ഇവിടെ ലിലിത്ത് ഒരു ബാറിൽ വന്നു. ഇവളാണ് സിനിമയിലെ പ്രധാന കഥാപാത്രം. അവളൊരു ബൗണ്ടി ഹണ്ടറാണ്. ഏതോ ഒരു ക്രിമിനലിനെ പിടിച്ചിട്ട് അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന വഴിക്കാണ് ബാറിൽ കയറിയത്. പക്ഷേ ബാറിൽ അവളെയും കാത്ത് കുറച്ച് കൊള്ളക്കാരി നിൽപ്പുണ്ടായിരുന്നു. അതിലൊരുത്തൻ നിന്നെ ഒരു ജോലി ഏൽപ്പിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ ഞാനിപ്പോ ബിസിയാണെന്നും പറഞ്ഞ് അവൾ അവരെ ഒഴിവാക്കാൻ നോക്കി. എന്നിട്ടും പോകാത്തതുകൊണ്ട് അതിൽ മെയിൻ ആയിട്ട് തോന്നിയ ഒരുത്തന്റെ മോന്തയിലിടിച്ചു. ഉടനെ ബാക്കിയുള്ളവരൊക്കെ വെപ്പൺസ് എടുത്തു. എന്നാൽ ലിലിത്ത് നിസ്സാരം പോലെ അവരെയൊക്കെ അങ്ങ് കൊന്നുകളഞ്ഞു. അത് കണ്ടതും ഒരു കോർണറിലിരുന്ന അറ്റ്ലസ് കൈയടിച്ചു. അറ്റ്ലസ് ആണ് സിനിമയിലെ വില്ലൻ. അവൻ സംസാരിക്കാൻ തുടങ്ങിയതും അവനെയും അവള് വെടിവെച്ചു. പക്ഷേ സംഭവം അവൻ ശരിക്കും അവിടെ ഉണ്ടായിരുന്നില്ല. അത് വെറും ഒരു ഹോളോഗ്രാം മാത്രമായിരുന്നു. ശേഷം എന്റെ മകൾ ടീനയെ എന്റെ വലം കൈയായിരുന്ന ഒരുത്തൻ തട്ടിക്കൊണ്ട് പാൻഡോരയിൽ പോയി. അതുകൊണ്ട് നീ പാൻഡോരയിൽ ചെന്ന് അവളെ കണ്ടെത്തണമെന്ന് അറ്റ്ലസ് പറഞ്ഞു. പക്ഷേ പാൻഡോര ഒരു നരക തുല്യമായ ഗ്രഹമാണ്. അതുകൊണ്ട് ലിലിത്തിന് അങ്ങോട്ട് പോകാൻ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ അവനൊരു വലിയ തുക തരാമെന്ന് പറഞ്ഞപ്പോ അവളുടെ മനസ്സ് മാറി. അങ്ങനെ അവൾ ആ ദൗത്യം ഏറ്റെടുത്തു. ഞാൻ പിടിച്ച ഈ ക്രിമിനലിനെ കൊണ്ട് പോലീസിൽ ഏൽപ്പിച്ച ശേഷം പാൻഡോരയിൽ പോകാമെന്ന് ലിലിത്ത് പറഞ്ഞതും അത്രയും നേരം കാത്തിരിക്കേണ്ട, ഇപ്പൊ തന്നെ പൊക്കിയോ എന്ന് പറഞ്ഞ് അവൻ ആ ക്രിമിനലിനെ അങ്ങ് കൊന്നുകളഞ്ഞു. എന്നിട്ട് ടീനയെ കണ്ടെത്തിയ ഉടൻ ഇത് നീ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ അവൾക്കൊരു ബീക്കണും കൊടുത്തു. ബീക്കൺ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ ലൊക്കേഷൻ കൃത്യമായിട്ട് അറ്റ്ലസിന് മനസ്സിലാകും. ശേഷം ലിലിത്ത് പാൻഡോരയിലെത്തി. വന്നിറങ്ങിയതും പരിസരത്തൊരു ചെറിയ മോൺസ്റ്ററിനെ കണ്ടു. പക്ഷെ അത് വലിയ അപകടകാരിയൊന്നും ആയിരുന്നില്ല. ലിലിത്ത് ശരിക്കും ഈ ഗ്രഹത്തിലാണ് ജനിച്ചതും വളർന്നതും. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ലോകമാണെന്ന് ലിലിത്തിന് അറിയാം. ഇപ്പോ കണ്ടതുപോലെ വ്യത്യസ്തമായ ഒരുപാട് തരം മോൺസ്റ്റേഴ്സ് പാൻഡോരയിലുണ്ട്. എന്തായാലും കുറച്ചു നേരം കൊണ്ട് തന്നെ ടീന വന്നിറങ്ങിയ സ്പേസ്ഷിപ്പിനെ കണ്ടെത്തി. പക്ഷേ വന്ന് ക്രാഷ് ലാൻഡ് ചെയ്തത് കാരണം അത് മൊത്തം തകർന്നു കിടക്കുകയായിരുന്നു. ഒരുപക്ഷെ ടീന ഈ അപകടത്തിൽ മരിച്ചുപോയി കാണുമോ എന്ന് ലിലിത്ത് സംശയിച്ചു. എങ്കിലും വഴിയരികിൽ കണ്ടവരോട് ടീനയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിലൊരു ചെറുക്കൻ മുൻപൊരു ദിവസം ഞാൻ ഇവളെ വേസ്റ്റ് കൊണ്ടിടുന്ന ഒരു ജങ്ക്യാർഡിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പറഞ്ഞു കൊടുത്ത സ്ഥലത്തിലേക്ക് ലിലിത്ത് യാത്രയായി. യാത്രക്കിടയിൽ അവളെ ചില സൈക്കോകൾ ആക്രമിക്കാൻ വന്നു. അവരെയൊക്കെ അവൾ നിസ്സാരമായിട്ട് കൊന്നുകളഞ്ഞു. ശേഷം അവള് ജങ്ക്യാർഡിലെത്തി. അവിടെ അവള് മൊത്തം മരിച്ചു പറക്കിയിട്ടും ആരെയും കണ്ടില്ല. എന്നാൽ അവൾ അറിയാതെ ആരും അവളെ മറഞ്ഞിരുന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി അവൾ ഒരിടത്ത് ക്യാമ്പ് കൂട്ടി.
എന്തോ ഒരു ശബ്ദം കേട്ടതും അത് നേരത്തെ കണ്ടതുപോലത്തെ മോൺസ്റ്റേഴ്സ് ആയിരിക്കുമെന്ന് കരുതി അവൾ അങ്ങോട്ട് വെടിവെച്ചു. പക്ഷെ നോക്കിയപ്പോൾ അത് ക്ലാപ് ട്രാപ്പ് എന്നൊരു റോബോട്ട് ആയിരുന്നു. വർഷങ്ങളായിട്ട് ഷട്ട് ഡൗൺ ആയി കിടന്ന ഈ റോബോട്ട് ലിലിത്ത് പാൻഡോറയിൽ വന്ന് ലാൻഡ് ചെയ്തതും ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആയതാണ്. അങ്ങനെ ആക്ടിവേറ്റ് ആകണമെന്ന രീതിയിൽ പണ്ടിതിനെ ആരോ പ്രോഗ്രാം ചെയ്തു വെച്ചതായിരുന്നു. ക്ലാപ് ട്രാപ്പിന്റെ സംസാരം അവൾക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നി. അതുകൊണ്ട് അവൾ അതിനെ ഓടിച്ചു വിടാൻ നോക്കി. എന്നിട്ടും പോകാത്തത് കൊണ്ട് ചറ പറന്ന് കുറെ വെടിവെച്ചു. പക്ഷെ എത്ര കഠിനമായ അവസ്ഥകളിലും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലാണ് ക്ലാപ് ട്രാപ്പിനെ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ബുള്ളറ്റ്സ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. ലിലിത്തിനാണെങ്കിൽ ആകെ ദേഷ്യവും വന്നു. അവസാനം ഞാൻ കൃത്യമായിട്ട് ഇവിടെ തന്നെ കാണുമെന്ന് നിനക്കെങ്ങനെ അറിയാമെന്ന് അവൾ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഈ ലോകത്തിൽ ആരെവിടെയുണ്ടെങ്കിലും അവരെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് ക്ലാപ് ട്രാപ്പ് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് ലിലിത്തിന് ഒരു ഐഡിയ തോന്നിയത്. എന്നാൽ പിന്നെ ഞാൻ അന്വേഷിക്കുന്ന ഈ കുട്ടിയെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ലിലിത്ത് ചോദിച്ചു. ക്ലാപ് ട്രാപ്പ് സെക്കൻഡുകൾ കൊണ്ട് ടീനയെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്തു. പക്ഷേ അവിടെ എത്താൻ ആയിരക്കണക്കിന് കിലോമീറ്റേഴ്സ് ദൂരമുണ്ട്. എന്നാൽ ഇവരുടെയിലാണെങ്കിൽ വണ്ടിയുമില്ല. എന്നിരുന്നാലും അടുത്ത ദിവസം രാവിലെ തന്നെ യാത്ര തുടങ്ങി. പോകുന്ന വഴിക്ക് കുറച്ചു ദൂരം എത്തിയതും ഒരു സൈക്കോ കുറെ കുട്ടികളെ ഒരു വണ്ടിയിൽ തട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടു. അവൾ ആ സൈക്കോയെ ദൂരെ നിന്ന് വെടിവെച്ച് കൊന്നുകളഞ്ഞു. എന്നിട്ട് ആ കുട്ടികളെയൊക്കെ തുറന്നു വിടുകയും ചെയ്തു. അങ്ങനെ അവർക്ക് പോകാൻ ഒരു വണ്ടിയായി. യാത്രക്കിടയിൽ അവർ ചില മോൺസ്റ്റേഴ്സിനെയൊക്കെ കാണുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവര് ടീനയുടെ ലൊക്കേഷനിലെത്തി. അതും ഒരു ജങ്കിയാർഡാണ്. അവിടെ ഒരു കണ്ടെയ്നർ കണ്ട് അതിനകത്ത് കയറി നോക്കിയപ്പോ ഉള്ളിൽ ടീനയുണ്ടായിരുന്നു. കുറെ ദിവസങ്ങൾക്ക് മുന്നേ റോളണ്ട് എന്നെ ഉപേക്ഷിച്ചു പോയെന്നാണ് ടീന പറയുന്നത്. പേടിക്കണ്ട, ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകാമെന്ന് ലിലിത്ത് പറഞ്ഞു. എന്നിട്ട് അറ്റ്ലസ് കൊടുത്ത ബീക്കൺ ആക്ടിവേറ്റ് ചെയ്യാൻ നിന്നതും ഒരു പാവയെ ചൂണ്ടിക്കാണിച്ചിട്ട് അതിങ്ങെടുത്ത് തരാമോ എന്ന് ടീന ചോദിച്ചു. പക്ഷെ അത് ശരിക്കും ഒരു ചെറിയ ബോംബായിരുന്നു. അവൾ ആ പാവ എടുത്തതും അത് പൊട്ടിത്തെറിച്ചു. ഭാഗ്യത്തിന് അത് പൊട്ടുന്നതിന് മുന്നേ ലിലിത്ത് പുറത്തു ചാടി. അങ്ങനെ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചപ്പോഴാണ് ടീന ഒരു കണ്ടെയ്നറിന്റെ മുകളിൽ നിന്നും വീണ്ടും തുരാന്ന് ബോംബ് എറിയാൻ തുടങ്ങിയത്. അതിനിടയിൽ ബീക്കൺ ആണെങ്കിൽ പൊട്ടിപ്പോവുകയും ചെയ്തു. അത് ശരിയാക്കാൻ വേണ്ടി അവൾ അതിനെ ക്ലാപ് ട്രാപ്പിന് കൊടുത്തു. എന്നിട്ട് ടീനയെ അവള് തോക്ക് ചൂണ്ടി. ഉടനെ ഒളിച്ചിരുന്ന ക്രീഗ് ഇറങ്ങി വന്ന് ലിലിത്തിനെ ആക്രമിക്കാൻ തുടങ്ങി. അവള് ക്രീഗിനെ വെടിവെക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ എത്ര തന്നെ വെടിവെച്ചാലും അവന്റെ ഇരിക്കുന്ന വെപ്പൺ വെച്ച് അവൻ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ അവള് കഷ്ടപ്പെട്ട് മുകളിൽ കയറി ടീനയുടെ അടുത്ത് വന്നു. ടീനയാണെങ്കിൽ ഒരു റോക്കറ്റ് ലോഞ്ചറും എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവള് വെടിവെക്കുന്നതിന് മുന്നേ ഞാൻ കള്ളം പറഞ്ഞതല്ല, നിന്റെ അച്ഛൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് ലിലിത്ത് പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അച്ഛൻ ഇല്ലല്ലോ എന്നാണ് ടീന പറയുന്നത്. അങ്ങനെ അവര് സംസാരിക്കുന്നതിനിടയിൽ അവിടെ നോക്സും കൂട്ടരും എത്തി. ഇവരൊക്കെ അറ്റ്ലസിന്റെ സോൾജേഴ്സ് ആണ്. നോക്സിനെ കണ്ടതും ദാ പിടിച്ചോന്ന് പറഞ്ഞ് ടീന നോക്സിന് ഒരു പാവ എറിഞ്ഞു കൊടുത്തു. അത് പൊട്ടിത്തെറിച്ചതിന്റെ ആഘാതത്തിൽ ടീനയും ലിലിത്തും വന്ന് നിലത്ത് വീണു. അതിനിടയിൽ ഒരു വലിയ തൂണ് ടീനയുടെ പുറത്ത് വീഴാൻ വന്നതും ലിലിത്താണ് അവളെ രക്ഷിച്ചത്. അപ്പൊ ഇവൾ എന്നെ കൊല്ലാൻ വന്നിരിക്കുന്നതല്ലെന്ന് ടീനയ്ക്ക് മനസ്സിലായി. നോക്സ് അവരെ ആക്രമിക്കാൻ നിന്നതും ഒരു ട്രക്കും കൊണ്ട് റോളണ്ട് അവിടെ എത്തി. ഞാൻ ഇവിടുന്ന് പോയിട്ട് 10 മിനിറ്റ് പോലും ആയില്ലല്ലോ, അതിനു മുന്നേ നീ ഇതെല്ലാം നശിപ്പിച്ചോ എന്ന് പറഞ്ഞ് റോളണ്ട് ടീനയുടെ അടുത്ത് ദേഷ്യപ്പെട്ടു. ഉടനെ ടീനയും ക്രീഗും ലിലിത്തും ക്ലാപ് ട്രാപ്പും ട്രക്കിൽ ഓടിക്കേറി. റോളണ്ട് വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ചു. നോക്സിന്റെ ആർമിയും പിന്നാലെ വന്ന് തുരാന്ന് വെടിവെക്കുന്നുണ്ട്. അതുകൊണ്ട് ലിലിത്തിനോട് വണ്ടി ഓടിക്കാൻ പറഞ്ഞിട്ട് റോളണ്ട് മുകളിൽ കയറി ട്രക്കിലെ വെപ്പൺ വെച്ച് തിരിച്ചാക്രമിക്കാൻ തുടങ്ങി. ലിലിത്ത് ആണെങ്കിൽ ക്ലാപ് ട്രാപ്പിന്റെ അടുത്ത് വണ്ടി ഓടിക്കാൻ പറഞ്ഞിട്ട് അവളും പുറത്തു വന്ന് റോളണ്ടിനെ സഹായിച്ചു. രണ്ടുപേരും കൂടെ കുറെ ഹെലികോപ്റ്റേഴ്സിനെയും വണ്ടികളെയും തകർത്തു കളഞ്ഞു. പക്ഷെ എന്നിട്ടും വീണ്ടും കുറെ ബാക്കിയുണ്ട്. അതുകൊണ്ട് റോളണ്ട് വണ്ടി തിരിച്ച് നേരെ ഒരു ഡേഞ്ചർ സോണിലേക്ക് പോയി. ഈ മേഖലയിൽ ധാരാളം വലിയ മോൺസ്റ്റേഴ്സ് ഉണ്ട്. നോക്സിനെയും കൂട്ടരെയും മോൺസ്റ്റേഴ്സ് ആക്രമിച്ചു. റോളണ്ട് മോൺസ്റ്റേഴ്സിന്റെ പിടിയിലാകാതെ വെട്ടിച്ചും തിരിച്ചും വണ്ടി ഓടിച്ച് കുറെ ദൂരം എത്തിയതും ഒരു വലിയ കുഴിയിൽ വീഴാൻ പോയി. ഉടനെ മുന്നിൽ ഒരു മോൺസ്റ്റർ അവരെ ആക്രമിക്കാനും വന്നു. ഭാഗ്യത്തിന് പെട്ടെന്ന് റിവേഴ്സ് എടുത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ അപ്പോഴേക്കും പിന്നാലെ വന്ന നോക്സിന്റെ ആർമി അവരെ വളഞ്ഞു. റോളണ്ടിന് ഒരു ഐഡിയ തോന്നി. അവൻ വണ്ടി വളരെ വേഗം മുന്നിലോട്ട് കൊണ്ടുപോയി. എന്നിട്ട് മോൺസ്റ്ററിന്റെ നേർക്കൊരു മിസൈൽ വിട്ടു. അപ്പോൾ മോൺസ്റ്ററിന്റെ തലയിൽ വീണ ദ്വാരത്തിലൂടെ അവര് മോൺസ്റ്ററിനെ മറികടന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു. പക്ഷേ കുറെ ദൂരം എത്തിയപ്പോൾ വഴിയിൽ വെച്ച് ട്രക്കിന്റെ ടയർ പഞ്ചറായി പോയി. അങ്ങനെ റോളണ്ട് അത് ശരിയാക്കുന്ന സമയം ടീന കുറച്ച് കാര്യങ്ങൾ ലിലിത്തിന് പറഞ്ഞു കൊടുത്തു. ശരിക്കും റോളണ്ട് അവളെ തട്ടിക്കൊണ്ടു വന്നതൊന്നുമല്ല. ടീനയാണ് എറീഡിയയുടെ മകളെന്നാണ് അറ്റ്ലസ് കരുതുന്നത്. അതുകൊണ്ട് ടീനയെ വെച്ച് എറീഡിയൻസിന്റെ നിലവറ കണ്ടുപിടിക്കാനായിരുന്നു അറ്റ്ലസിന്റെ പ്ലാൻ. അറ്റ്ലസ് ഒരു ദുഷ്ടനായ ക്യാരക്ടറാണ്. ഇപ്പോൾ തന്നെ അവൻ ഈ ഗാലക്സിയിലെ ഏറ്റവും വലിയ ഗാങ്സ്റ്റേഴ്സിൽ ഒരാളാണ്. ടീനയെ നഷ്ടപ്പെടാതിരിക്കാൻ അയാൾ തന്നെയായിരുന്നു അവളെ ജയിലിൽ അടച്ചിരുന്നത്. അങ്ങനെ ഒരുത്തന് നിലവറയിലെ ടെക്നോളജികളും കൂടെ കിട്ടിയാൽ അതിന് എന്ത് ടെക്നോളജികളാണെങ്കിലും അതിനെ അവൻ ദുഷ്ടപ്രവൃത്തികൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ. അതുകൊണ്ട് അയാൾ നിലവറ തുറക്കാതിരിക്കാൻ റോളണ്ട് ടീനയെ അയാളുടെ ജയിലിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ്. ഇനി അയാൾക്ക് മുന്നേ നമ്മൾ നിലവറ കണ്ടെത്തി തുറക്കണം. പക്ഷെ അതിന് 2 താക്കോലുകൾ വേണം. ഒരു താക്കോല് ഓൾറെഡി റോളണ്ട് കൈക്കലാക്കിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ കണ്ടെത്തണം. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർന്നപ്പോഴേക്കും റോളണ്ട് വണ്ടിയും ശരിയാക്കി. എന്നിട്ട് നീ അറ്റ്ലസിന്റെ ആളല്ലേ എന്ന് പറഞ്ഞ് റോളണ്ട് ലലിത്തിന് നേർക്ക് തോക്ക് ചൂണ്ടി.
പക്ഷെ ഞാൻ നിങ്ങളെ സഹായിച്ചതുകൊണ്ട് ഇപ്പോൾ ഞാനും അവന്റെ ശത്രു ആയല്ലോ, അപ്പോൾ ഞാനും നിങ്ങളുടെ പക്ഷത്ത് തന്നെയാണെന്ന് ലിലിത്ത് പറഞ്ഞു. ടീനയും അത് ശരിവെച്ചു. ശേഷം 5 പേരും കൂടെ രണ്ടാമത്തെ താക്കോല് തേടി അകലെ ഒരു സിറ്റിയിൽ പോയി. ഇപ്പോൾ റോളണ്ടും ലിലിത്തും ഒക്കെ വാണ്ടഡ് ആണ്. എല്ലാ സിറ്റികളിലും അവരുടെ പോസ്റ്റേഴ്സുമുണ്ട്. അതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചാണ് അവർ സിറ്റിയിൽ പോയത്. മറ്റേ താക്കോൽ എവിടെയാണെന്ന് ഒരു സയന്റിസ്റ്റിന് അറിയാം. അങ്ങനെ ആ സയന്റിസ്റ്റിനെ തേടിയാണ് അവർ വന്നിരിക്കുന്നത്. ഇവിടെ റോളണ്ടിന് പരിചയമുള്ള മോക്സി എന്നൊരുത്തിയുടെ ബാറുണ്ട്. അവൻ നേരെ ആ ബാറിൽ പോയി. മോക്സിക്ക് ഈ സിറ്റിയിലെ എല്ലാവരെയും അറിയാം. അവളുടെ അടുത്ത് അവർ തേടി വന്ന സയന്റിസ്റ്റ് എവിടെയാണെന്ന് റോളണ്ട് ചോദിച്ചു. അവൾ അത് പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ അവിടെ അറ്റ്ലസിന്റെ ആർമി എത്തി. അവള് വേഗം 5 പേരെയും ബാറിന്റെ പിന്നിലൂടെ പറഞ്ഞയച്ചു. അവര് നേരെ സയന്റിസ്റ്റിന്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോ ആ സയന്റിസ്റ്റ് ലിലിത്തിന് പരിചയമുള്ള പെട്രീഷ്യ ആയിരുന്നു. പണ്ട് ലിലിത്തിന്റെ അമ്മ മരിക്കുന്നതിന് മുന്നേ ലിലിത്തിനെ പെട്രീഷ്യയുടെ കയ്യിലാണ് ഏൽപ്പിച്ചത്. പക്ഷേ ഈ ലിലിത്ത് സ്വന്തം കാലിൽ നിൽക്കാറായപ്പോ പിന്നെ പെട്രീഷ്യ ലിലിത്തിനെ പിരിഞ്ഞു. അതിന്റെ ഒരു ദേഷ്യം ഇപ്പോഴും ലിലിത്തിനുണ്ട്. അങ്ങനെ ദേഷ്യത്തിൽ അവൾ ചെന്ന് ടെറസിൽ നിന്ന സമയം ടീന വന്നിട്ട് അവളുടെ കഥ പറഞ്ഞു കൊടുത്തു. റോളണ്ടിന്റെയിലിരിക്കുന്ന താക്കോല് പണ്ട് അറ്റ്ലസിന് കിട്ടിയതാണ്. കിട്ടിയ സമയം അതിൽ എറിഡിയൻസിന്റെ ശകലം ബ്ലഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നിലവറ തുറക്കാമെന്ന് കരുതി ആ ബ്ലഡ് വെച്ച് ടീനയെ ശരിക്കും അറ്റ്ലസ് ക്ലോൺ ചെയ്തുണ്ടാക്കിയതാണ്. അതായത് ശരിക്കും പറഞ്ഞ ടീന യഥാർത്ഥത്തിൽ പകുതി എറിഡിയനാണ്. ഇനി അങ്ങനെ നിലവറ തുറന്നാലും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വേണ്ടി അയാൾ എന്നെ ലാബിൽ തന്നെ പൂട്ടിയിടുമെന്ന് പറഞ്ഞ് ടീന കരയാൻ തുടങ്ങി. ലിലിത്ത് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഈ സമയം ക്ലാപ് ട്രാപ്പ് വെറുതെ സിറ്റിയിലൂടെ കറങ്ങി നടക്കുകയായിരുന്നു. എന്നാൽ അതിനിടയിൽ നോക്സിന്റെ ആൾക്കാർ അവനെ കണ്ടു. അപ്പോൾ ടീനയും കൂട്ടരും ഈ സിറ്റിയിൽ തന്നെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഭാഗ്യത്തിന് അവരുടെ പിടിയിലാകുന്നതിന് മുന്നേ ക്ലാപ് ട്രാപ്പ് ഓടി രക്ഷപ്പെട്ടു. ഇവിടെ പെട്രീഷ്യ പഴയൊരു ഖനിയിലാണ് രണ്ടാമത്തെ താക്കോൽ ഉള്ളതെന്ന് പറഞ്ഞു കൊടുത്തു. ആ ഖനി വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ പോകുന്നവരാരും പൊതുവെ തിരിച്ചു വരാറില്ല. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവിടെ ക്ലാപ് ട്രാപ്പ് ഓടിക്കേറി വന്നത്. എന്നെ നോക്സിന്റെ ആൾക്കാർ കണ്ടു. ഇപ്പോൾ ഈ സിറ്റി മുഴുവൻ അവർ നമ്മളെ തിരയുന്നുണ്ടെന്ന് ക്ലാപ് ട്രാപ്പ് പറഞ്ഞു. അതുകൊണ്ട് ആരും കാണാതെ ഒരു വേസ്റ്റ് കൊണ്ട് പോകുന്ന വണ്ടിയിൽ കയറി അവരവിടുന്ന് രക്ഷപ്പെട്ടു. പെട്രീഷ്യയും അവർക്കൊപ്പം പോയി. നേരെ പെട്രീഷ്യ പറഞ്ഞ മൈനിലേക്കാണ് അവർ പോയത്. അതൊരു ടൈപ്പ് അണ്ടർഗ്രൗണ്ട് മൈൻ ആയിരുന്നു. ഒരു ലേഡർ വഴി അവർ താഴെ ഇറങ്ങി. താഴെ വളരെ പവർഫുൾ ആയ കെമിക്കൽസ് നിറഞ്ഞ ഒരു നദിയുണ്ട്. അതിൽ വീഴുന്ന എന്തും ഉരുകി പോകും. സൈഡിലൂടെ ചെറിയൊരു വഴിയുണ്ട്. അതിലൂടെ വളരെ ശ്രദ്ധയോടെ നദി കടന്ന് ഒരു ഗേറ്റിന് മുന്നിലെത്തി. ഗേറ്റിനപ്പുറത്ത് പോയാൽ മാത്രമേ ഗേറ്റ് തുറക്കാൻ പറ്റൂ. ചുമരിലൊരു ദ്വാരം കണ്ടതും ക്ലാപ് ട്രാപ്പിനെ അതിലൂടെ കയറ്റിവിട്ടു. അങ്ങനെ അവൻ അപ്പുറത്ത് നിന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. അപ്പോഴാണ് അവിടെ മനോഹരമായ ഒരു പൂവ് കണ്ടത്. എല്ലാവരും അതിന്റെ മനോഹാരിത ആസ്വദിച്ച് നിന്നതും അത് ശ്രദ്ധിക്കാതെ ക്ലാപ് ട്രാപ്പ് വന്ന് അതിന്റെ പുറത്ത് ചവിട്ടി. അപ്പോൾ എല്ലാവരും ക്ലാപ് ട്രാപ്പിനെ തെറി പറഞ്ഞു. ഷെടാ, എല്ലാവർക്കും വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് ചെന്ന് ഗേറ്റ് തുറന്നപ്പോ എന്നെ തെറി വിളിക്കുന്നു. ഈ മനുഷ്യരൊക്കെ ഒരു നന്ദിയില്ലാത്ത വർഗം തന്നെ എന്ന് പറഞ്ഞ് അവൻ മനുഷ്യരെ കുറെ പ്രാഗി. ശേഷം ഒരു ടണലിലൂടെ നടന്ന് കുറച്ചു ദൂരം എത്തിയതും അവിടെ കുറെ സൈക്കോകളെ കണ്ടു. സാധാരണ സൈക്കോകളെക്കാൾ വളരെ എക്സ്ട്രീമാണ് ഇവര്. വെറുതെ നേരം പോക്കിന് അടുത്ത് നിൽക്കുന്നവരെയൊക്കെ ഇവര് കൊന്നുകളയും. സൈഡിൽ ഒരു സ്റ്റെയർ ഉണ്ട്. അതിലൂടെ കയറി മുകളിൽ സ്റ്റോറേജ് റൂമിൽ പോണം. അവിടെയാണ് താക്കോലുള്ളത്. പക്ഷെ ഈ സൈക്കോകൾ കാണാതെ ആ സ്റ്റേഴ്സ് കയറി പോകാനും കഴിയില്ല. അതുകൊണ്ട് അവരുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ലിലിത്ത് ക്ലാപ് ട്രാപ്പിനെ അവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. ഉടനെ സൈക്കോകളെല്ലാം കൂടെ ക്ലാപ് ട്രാപ്പിനെ തുരുതുരാന്ന് വെടിവെച്ചു. ആ തക്കത്തിൽ റോളണ്ടും കൂട്ടരും സ്റ്റേഴ്സ് കയറി പോയി. അവസാനം ക്ലാപ് ട്രാപ്പ് ചത്തുവെന്ന് തോന്നിയപ്പോഴാണ് അവർ വെടിവെപ്പ് നിർത്തിയത്. പക്ഷെ ഇതുക്കും മേലെയുള്ള പ്രശ്നങ്ങൾ നേരിടാൻ ക്ലാപ് ട്രാപ്പിന് കഴിയും. അതുകൊണ്ട് അവനൊന്നും തന്നെ പറ്റിയില്ല. ശേഷം മുകളിൽ ചെന്ന് അവർ താക്കോല് തിരയാൻ തുടങ്ങി. കുറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ അവരത് കണ്ടെത്തി. ഇനി തിരിച്ച് സൈക്കോകളുടെ കണ്ണിൽ പെടാതെ ഇവിടുന്ന് മുകളിൽ പോകാൻ എനിക്ക് മറ്റൊരു വഴി അറിയാമെന്ന് പെട്രീഷ്യ പറഞ്ഞു. എന്നാൽ അപ്പോഴാണ് ക്ലാപ് ട്രാപ്പ് നേരത്തെ കൊണ്ട ബുള്ളറ്റ്സ് ഒക്കെ പുറത്തു കളഞ്ഞത്. അത് നല്ല ശബ്ദമുണ്ടായിരുന്നു. അങ്ങനെ അത് കേട്ട് സൈക്കോകളെല്ലാം കൂടെ ആക്രമിക്കാൻ വന്നു. പിന്നെ നമ്മുടെ ടീമും സൈക്കോകളും തമ്മിൽ പൊരിഞ്ഞ യുദ്ധമായി. കുറെ സൈക്കോകളെ 6 പേരും കൂടെ കൊന്നു. ഇടയ്ക്കൊരു ഫ്ലെയിം ത്രോവർ എടുത്ത് ലിലിത്ത് കുറെ എണ്ണത്തിനെ അങ്ങ് കത്തിച്ചു കളഞ്ഞു. പക്ഷെ എത്ര തന്നെ കൊന്നൊടുക്കിയിട്ടും വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അവരവിടുന്ന് വേഗം ഓടി. കുറെ ദൂരം ഓടിയപ്പോ അവസാനം മുകളിലേക്ക് പോകാനുള്ള ഒരു ലിഫ്റ്റ് കണ്ടെത്തി. പക്ഷേ ലിഫ്റ്റ് കേടായി കിടക്കുകയാണ്. പെട്രീഷ്യ ക്ലാപ് ട്രാപ്പുമായിട്ട് ചേർന്ന് അതിനെ ശരിയാക്കാൻ തുടങ്ങി. ഉടനെ സൈക്കോകൾ 2 വശങ്ങളിലൂടെ വരാൻ തുടങ്ങി. ഒരു വശത്ത് ഗേറ്റ് ഉണ്ട്. ലിലിത്തും ടീനയും കൂടെ അത് ചെന്ന് പൂട്ടിയിട്ടു. പക്ഷെ ഇനിയും അധിക നേരം അത് നിൽക്കില്ല. മറ്റേ വശത്ത് ചുമരിലെ പൈപ്പുകളിലൂടെ കെമിക്കൽസ് പോകുന്നുണ്ട്. റോളണ്ട് ആ പൈപ്പിനെ അങ്ങ് വെടിവെച്ച് പൊട്ടിച്ചു. അങ്ങനെ അതുവഴി വരാൻ ശ്രമിച്ച സൈക്കോകളൊക്കെ ഉരുകിപ്പോയി. ലിഫ്റ്റ് ശരിയാക്കിയ ശേഷം രക്ഷപ്പെടാമെന്ന് കരുതി എല്ലാവരും ലിഫ്റ്റിൽ കയറിയതും വീണ്ടും ഒരു വയറ് പൊട്ടിപ്പോയി. ഇനി ആരെങ്കിലും ലിഫ്റ്റിന് പുറത്ത് ചെന്ന് ഒരു ബട്ടൺ അമർത്തിയാലേ ലിഫ്റ്റ് മുകളിലേക്ക് പോകൂ. കൂടുതലൊന്നും ആലോചിക്കാതെ റോളണ്ട് സ്വയം സാക്രിഫൈസ് ചെയ്യാൻ തീരുമാനിച്ചു. അവൻ ചെന്ന് പുറത്തിറങ്ങി ബട്ടൺ അമർത്തി. ഉടനെ ലിഫ്റ്റ് വളരെ വേഗത്തിൽ മുകളിലേക്ക് പോകാൻ തുടങ്ങി. പോകുന്നതിന് മുന്നേ ടീന ഒരു പാവ റോളണ്ടിന് നൽകി. ലിഫ്റ്റ് മുകളിൽ എത്താറായിട്ടും സ്ലോ ആകുന്നില്ല. എല്ലാവരും പുറത്തു ചെന്ന് തെറിച്ചു വീഴുമെന്ന് പേടിച്ചു നിന്നതും പെട്ടെന്ന് അവര് കരയിലേക്ക് ടെലിപോർട്ടായി. അത് കണ്ടപ്പോൾ തനിക്ക് ടെലിപോർട്ട് ചെയ്യാനുള്ള സൂപ്പർ പവർ ഉണ്ടെന്നാണ് ടീന കരുതിയത്.
അന്ന് രാത്രി അവരാളൊഴിഞ്ഞ ഒരു കെട്ടിടത്തിൽ തങ്ങി. അവിടെ വെച്ച് പെട്രീഷ്യ 2 താക്കോലുകളും ആക്ടിവേറ്റ് ചെയ്തു. ഉടനെ അത് നിലവറ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ലൊക്കേഷൻ കാണിച്ചു കൊടുത്തു. ടീനയെ കൊണ്ടാണ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപക്ഷെ അവള് മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ടെന്ന് പെട്രീഷ്യ പറഞ്ഞു. ഇവിടെ അണ്ടർഗ്രൗണ്ട് മൈനിൽ നേരത്തെ ടീന ഇട്ട് കൊടുത്ത പാവ കാരണം അവൻ സൈക്കോകളെയൊക്കെ കൊന്നുകളഞ്ഞു. അങ്ങനെ അവനും അവിടുന്ന് രക്ഷപ്പെട്ടു. ഇവിടെ നേരത്തെ ലളിത് കൊടുത്ത ബീക്കൺ ക്ലാപ് ട്രാപ്പ് ശരിയാക്കിയിട്ട് തിരിച്ചു കൊടുത്തു. പക്ഷെ അവൾ അത് പൊട്ടിച്ചു കളഞ്ഞു. എന്നാൽ ഉടനെ അവിടെ ഒരു ഡ്രോൺ വന്നു. അതിൽ അറ്റ്ലസിന്റെ ഹോളോഗ്രാം ഉണ്ടായിരുന്നു. എന്റെ ആർമി ഇപ്പോൾ നിങ്ങളുടെ ലൊക്കേഷനിലോട്ട് വരുന്നുണ്ട്. മര്യാദയ്ക്ക് അവളെ ഇങ്ങ് തന്നില്ലെങ്കിൽ നിന്നെയും നിന്റെ കൂടെയുള്ളവരെയൊക്കെ ഞാൻ ഇങ്ങ് കൊന്നുകളയുമെന്ന് പറഞ്ഞ് അറ്റ്ലസ് അവളെ ഭീഷണിപ്പെടുത്തി. സംഭവം യഥാർത്ഥത്തിൽ ഈ ബീക്കന്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അവൾ ഈ ഗ്രഹത്തിൽ വന്നിറങ്ങിയത് മുതൽ അറ്റ്ലസിന്റെ ഡ്രോണുകൾ അവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും പ്രശ്നമുണ്ടാക്കാതെ നീ അവളെ എനിക്ക് തന്നാൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിനക്ക് കാശ് തരാമെന്ന് അറ്റ്ലസ് പറഞ്ഞു. ഈ ലാസ്റ്റ് പറഞ്ഞതാണ് ടീന കേട്ടോണ്ട് വന്നേ. ലിലിത്ത് അവളെ ചതിക്കുമെന്ന് തോന്നി ടീന ലിലിത്തിന് നേർക്കൊരു ബോംബ് എറിഞ്ഞു. അതിന്റെ ആഘാതത്തിൽ ലിലിത്ത് ബോധം കെട്ട് വീണു. അടുത്ത ദിവസം രാവിലെ ഉണർന്നപ്പോൾ അവിടെ ആകെ ക്ലാപ് ട്രാപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെവിടെയാണെന്ന് ചോദിച്ചപ്പോ നിലവറ തുറക്കാൻ പോയെന്ന് ക്ലാപ് ട്രാപ്പ് പറഞ്ഞുകൊടുത്തു. ഉടനെ അവളും അങ്ങോട്ട് പോയി. പോകുന്ന വഴിക്ക് അവളുടെ പഴയ വീട് കണ്ടതും അവൾ അവിടെ ഇറങ്ങി. വീട് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പോഴാണ് പഴയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ലിലിത്തിന്റെ അമ്മ ഇവിടെ നിലവറ തേടിയാണ് വന്നത്. പക്ഷെ ഒരു ദിവസം സൈക്കോകൾ ഈ സിറ്റിയെ ആക്രമിക്കാൻ വന്നു. അന്നാണ് ലിലിത്തിനെ അവളുടെ അമ്മ പെട്രീഷ്യയുടെ കൂടെ അയച്ചത്. പക്ഷെ അമ്മ അന്ന് ഇവിടെ തന്നെ നിന്നു. അങ്ങനെ സൈക്കോകളാണ് അമ്മയെ കൊന്നുകളഞ്ഞത്. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ ശേഷം വീട്ടിലെ ഒരു ചിത്രം ക്ലാപ് ട്രാപ്പ് സ്കാൻ ചെയ്തതും പെട്ടെന്ന് ക്ലാപ് ട്രാപ്പ് ഓട്ടോമാറ്റിക്കലി ഒരു റെക്കോർഡിംഗ് പ്ലേ ചെയ്തു. അത് അവളുടെ അമ്മയുടെ ഒരു റെക്കോർഡിംഗ് ആണ്. അപ്പോൾ അവളുടെ അമ്മയാണ് ക്ലാപ് ട്രാപ്പിനെ പണ്ട് റെഡിയാക്കി വെച്ചതെന്ന് നമുക്ക് മനസ്സിലാകും. അമ്മ ഒരു വലിയ സീക്രട്ട് ലിലിത്തിന് പറഞ്ഞു കൊടുത്തു. സംഭവം ലിലിത്താണ് ശരിക്കുമുള്ള എറീഡിയന്റെ മകൾ. ഇത് വേറെ ആരെങ്കിലും അറിഞ്ഞാൽ ഒരുപക്ഷെ ലിലിത്തിന്റെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് കരുതിയിട്ടാണ് അന്ന് ലിലിത്തിനെ ഈ ലോകത്തിൽ നിന്നും തന്നെ പറഞ്ഞയച്ചത്. ഈ സമയം ടീനയും പെട്രീഷ്യയും ക്രെയ്ഗും കൂടെ നിലവറയുടെ ലൊക്കേഷനിലെത്തി. കുറച്ചുനേരം കഴിഞ്ഞതും നിലവറ തുറക്കാനുള്ള സ്റ്റാൻഡ് കണ്ടു. ഇത് ആക്ടിവേറ്റ് ചെയ്താൽ ഒരുപക്ഷെ നീ കൊല്ലപ്പെടുമെന്ന് പെട്രീഷ്യ വാർണിംഗ് കൊടുത്തു. പക്ഷെ അവൾ അത് കാര്യമാക്കാതെ സ്റ്റാൻഡിൽ കയറി നിന്നു. എന്നാൽ വാതിൽ തുറക്കപ്പെട്ടില്ല. അപ്പോൾ ടീന എറിഡിയന്റെ മകളല്ലെന്ന് അവർക്ക് മനസ്സിലായി. ഉടനെ അവിടെ അറ്റ്ലസും ആർമിയും എത്തി. ആർമിക്ക് പുറമെ കുറെ സൈക്കോകളെയും അവൻ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഈ ക്ലോണിനെ കൊണ്ട് നിലവറ തുറക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായതിനാൽ ഇനി ഇവളുടെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഇവളെ അങ്ങ് കൊന്നു കളഞ്ഞേക്കെന്ന് അറ്റ്ലസ് നോക്സിന്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്താണ് അവിടെ റോളണ്ട് വന്നത്. അവൻ അറ്റ്ലസിനെ വെടിവെച്ചു. പക്ഷേ അറ്റ്ലസിന്റെ ഉള്ള ചെറിയൊരു ഡിവൈസ് കാരണം അവന് ചുറ്റും ഒരു ഷീൽഡ് ഉണ്ട്. അതുകൊണ്ട് അവനെ വെടിവെച്ചിട്ടൊന്നും കാര്യമില്ല. ഇവനെയും ചേർത്ത് എല്ലാവരെയും കൊന്നുകളയാൻ അറ്റ്ലസ് പറഞ്ഞു. എന്നാൽ ഉടനെ അവിടെ ലിലിത്ത് വന്നു. ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന ലിലിത്ത് പെട്ടെന്ന് അറ്റ്ലസിന്റെ മുന്നിലേക്ക് ടെലിപോർട്ട് ചെയ്തു. അപ്പോൾ ഇവളാണ് ശരിക്കുമുള്ള എറീഡിയൻ മകൾ എന്ന കാര്യം എല്ലാവരും തിരിച്ചറിഞ്ഞു. ശേഷം ഞാൻ ഈ നിലവറ തുറക്കാം, പക്ഷേ തുറന്നാലുടൻ നീ ഇവരെയൊക്കെ വെറുതെ വിടണമെന്ന് ലിലിത്ത് പറഞ്ഞു. തീർച്ചയായും വെറുതെ വിടാമെന്ന് അറ്റ്ലസ് വാക്കും കൊടുത്തു. അങ്ങനെ ലിലിത്ത് ആ സ്റ്റാൻഡിൽ കയറി നിന്നതും മുന്നിൽ കുറെ കല്ലുകൾ ചേർന്ന് ഒരു ഗേറ്റ് പോലെ രൂപം കൊണ്ടു. അപ്പോൾ ലിലിത്ത് പറന്നുയരാൻ തുടങ്ങി. ഏതാനും ചില സെക്കൻഡുകൾക്കുള്ളിൽ അവൾക്ക് ചിറകുകളൊക്കെ വന്നു. അവൾക്ക് എന്തൊക്കെയോ കുറെ സൂപ്പർ പവേഴ്സും കിട്ടി. അങ്ങനെ സൂപ്പർ പവേഴ്സ് വെച്ച് അവൾ അറ്റ്ലസിനെയും കൂട്ടരെയും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഒപ്പം അവളുടെ കൂടെയുള്ളവർക്ക് ചുറ്റും ഒരുതരം മാജിക് ഷീൽഡ് ഉണ്ടാക്കുകയും ചെയ്തു. ഇനി എത്ര ഇടിച്ചാലും വെടിവെച്ചാലും ഇവർക്ക് ഒന്നും ഏൽക്കില്ല. അറ്റ്ലസ് അവന്റെ സ്പേസ് ഷിപ്പിലെ ഗണ്ണുകൊണ്ട് ലിലിത്തിനെ വെടിവെച്ചിട്ടു. അവൾ ഉടനെ ആ സ്പേസ് ഷിപ്പിനെ തകർക്കാൻ വേണ്ടി പറന്നുപോയതും അതിന്റെ ചുറ്റിലും ഷീൽഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഷീൽഡിലിടിച്ച് അവള് ബോധം കെട്ടുപോയി. അപ്പോൾ എല്ലാവരുടെ ചുറ്റിലും ഉണ്ടായിരുന്ന മാജിക് ഷീൽഡുകളും അപ്രത്യക്ഷമായി. എങ്കിലും അത് കാര്യമാക്കാതെ അവരെല്ലാം വീണ്ടും ഫൈറ്റ് ചെയ്തു. അതിനിടയിൽ പെട്രീഷ്യ വന്ന് ലിലിത്തിനെ തട്ടി ഉണർത്തി. അവൾ ഉണർന്നതും സ്പേസ് ഷിപ്പ് വീണ്ടും വെടിവെച്ചു. എന്നാൽ ഇത്തവണ അവൾ അതിനെ മാജിക് ഷീൽഡ് വെച്ച് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് സ്പേസ് ഷിപ്പിലേക്ക് തന്നെ വിട്ടു. അങ്ങനെ സ്പേസ് ഷിപ്പ് തകർന്നുപോയി. എന്നാൽ അതിനിടയിൽ അറ്റ്ലസ് ടീനയെ പിടികൂടിയിരുന്നു. എന്നിട്ട് മര്യാദയ്ക്ക് നിലവറ തുറന്നില്ലെങ്കിൽ ഇവളെ ഞാൻ അങ്ങ് കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഒട്ടും മടിക്കാതെ ലിലിത്ത് നിലവറ തുറന്നു. എന്നിട്ട് അറ്റ്ലസിനെയും ഒപ്പം ടീനയെയും കൊണ്ട് ഉള്ളിലോട്ട് പോയി. ഈ നിലവറ ശരിക്കും മറ്റൊരു ഡയമെൻഷനാണ്. ഇവിടെ എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് ടെക്നോളജികൾ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് അറ്റ്ലസ് അത്ഭുതപ്പെട്ട് നിൽക്കുന്നതിനിടയിൽ ലിലിത്ത് പുറകിലൂടെ വന്ന് അറ്റ്ലസിന്റെ ഷീൽഡ് ഉണ്ടാക്കുന്ന ഡിവൈസ് മോഷ്ടിച്ചു. എന്നിട്ട് അവനെ ചവിട്ടി കൂട്ടാൻ ടീനയുടെ അടുത്ത് പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം. ഒട്ടും സമയം കളയാതെ അവൾ അവനെ ഇടിച്ച് ചമ്മന്തിയാക്കി. ഉടനെ എന്തോ ഒരു മോൺസ്റ്റേഴ്സ് വന്ന് അറ്റ്ലസിനെ പിടിച്ചുകൊണ്ടുപോയി. ലിലിത്ത് ആണെങ്കിൽ നിലവറ ഓപ്പൺ ചെയ്ത് ടീനയും കൊണ്ട് പുറത്തു കടക്കുകയും ചെയ്തു. അങ്ങനെയെല്ലാം ശുഭകരമായിട്ട് അവസാനിച്ചു. ശേഷം അന്ന് രാത്രി സിറ്റിയിൽ അറ്റ്ലസ് മരിച്ചതിന്റെ സെലിബ്രേഷൻ ആയിരുന്നു. അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നീ നിന്റെ സൂപ്പർ ഹീറോ രൂപം ഒന്ന് കാണിച്ചു തരുമോ എന്ന് ടീന ചോദിച്ചു. അപ്പോൾ ലിലിത്ത് അവളുടെ ചിറകുകളൊക്കെ പ്രത്യക്ഷപ്പെടുത്തി. എന്നിട്ട് ആകാശത്തിൽ പറന്നു നടക്കുന്ന രംഗത്തോടെ സിനിമ അവസാനിക്കുകയാണ്.